ഒന്നാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് ലില്ലദീന ആമനൂ, അടിസ്ഥാന ഘടകമാണ്. സത്യവിശ്വാസം സ്വീകരിച്ചവർക്കാണ് ആ സുഖങ്ങൾ കിട്ടുക. എന്താണ് ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ആ കാര്യങ്ങൾ പറയാൻ സാധിക്കലാണ്. വഇതിഖാദും ബിൽ ഖൽബ്, ഖൽബിൽ വിശ്വസിക്കാൻ കഴിയലാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് ആ വിശ്വസിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കലാണ് ഈമാൻ. യസീദു ബിത്വാഅതി, അല്ലാഹനെ അനുസരിച്ചാൽ ഈമാൻ അധികരിക്കും. വയൻഖുസു ബിൽ മഅസിയ, അല്ലാഹ്ക്ക് എതിര് പ്രവർത്തിച്ച് പാപത്തിലായി ജീവിച്ചാൽ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നന്മയിലാണെങ്കിൽ അല്ലാഹനെ അനുസരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞ ഖുത്ബ കേട്ട പല ആളുകൾ ചോദിക്കണ്ടായി, ഈമാൻ കുറയുന്ന കാരണങ്ങളൊക്കെ ബോധ്യമായി, പക്ഷേ ഞങ്ങളുടെ ഈമാൻ അധികരിക്കാൻ എന്താ ചെയ്യേണ്ടത്? സുന്നത്തുകളിലേക്ക് വരിക, ഈമാൻ വർദ്ധിക്കുന്ന സൽക്കർമ്മങ്ങളിലേക്ക് വരിക, ദീന് പഠിക്കുക, അത്തരത്തിലുള്ള നന്മകളിലൊക്കെ പങ്കാളികളാവൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒന്നാമതായി സ്വർഗം നേടാനുള്ള സജ്ജനങ്ങളുടെ 10 ഗുണങ്ങളിൽ ഖുർആൻ പറഞ്ഞത് ഈമാനുള്ളവരാവണം എന്നാണ്. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി. നമ്മളിങ്ങനെ ഓരോരുത്തർ നോക്കിയിട്ട് പറയും അവനൊക്കെ ഭയങ്കര ഈമാനിയാണ്, അവളൊക്കെ ഭയങ്കര ഈമാന്റെ ആളാണ്. എന്നാൽ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ വ്യാമോഹമല്ല, മനസ്സിലിങ്ങനെ മോഹം ഉണ്ടായാ പോരാ. വലാബി തഹല്ലി, ഉടയാടകൾ, ആടയാഭരണങ്ങൾ, എന്തെങ്കിലും വേഷവിധാനങ്ങളല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിനകത്ത് ഉറച്ച ഈമാനും കരുത്തുമുണ്ടാവലാണ്. പ്രവർത്തനങ്ങൾ കൊണ്ടത് കാണിക്കാൻ കഴിയലാണ് ഈമാൻ. അങ്ങനത്തെ ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തിലും സന്തോഷിക്കാൻ അവസരമെന്നത് ഖുർആൻ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വർഗമായി നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഖുർആനാണ് സന്തോഷ വാർത്ത ഈമാനുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞത്. ഇനി ഒരാൾ നല്ല സൽക്കർമ്മകാരിയാണ്, ചാരിറ്റി പ്രവർത്തകനാണ്, പൊതുജന പ്രവർത്തകനാണ്, സന്നദ്ധ സേവന വളണ്ടിയറാണ്, എല്ലാ ഒട്ടുമിക്ക നന്മകളും ആ മനുഷ്യനിലുണ്ട്. പടച്ചോൻ എന്ന വിശ്വാസമല്ല, അല്ലാഹ് എന്ന ഈമാനില്ല, പരലോകം എന്ന വിശ്വാസം അയാൾക്കില്ല. അങ്ങനത്തെ ഒരാൾ എത്രയെത്ര വലിയ നന്മ ചെയ്താലും എന്തുണ്ട് അയാൾക്ക് ഫലം? അങ്ങനത്തെ കുറെ മനുഷ്യരുണ്ട്. എന്തതിന്റെ ഫലം? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, കാര്യമില്ല. അത്തരം ആളുകൾ നാളെ പരലോകത്ത് വന്നാൽ ഫജഅൽനാഹു ഹബാം മൻസൂറാ, അതൊരു ധൂളികളാക്കി പൊടിയാക്കി പാറ്റിച്ച് കളയുന്നതാണ്. കൂമ്പാരക്കണക്കിന് നന്മയിട്ട് വന്ന ആളാ, പക്ഷെ ഈമാനില്ല എന്ന അടിസ്ഥാന കാരണം കൊണ്ട് പൊടിച്ച് തകർത്ത് ധൂളിയാക്കി നാം മാറ്റുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ 25-ാമത്തെ സൂറത്ത് 23-ാമത്തെ ആയത്ത്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാമത്തെ ഗുണം, നമ്മൾ നാളെ സുഖകരമായ ആനന്ദകരമായ സ്വർഗത്തിന്റെ ആളാകണമെങ്കിൽ ഈമാനാണ് പരിശോധിക്കേണ്ടത്. 2, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ റബ്ബിൽ തവക്കുലാക്കുന്ന ഭരമേൽപ്പിക്കുന്നവരായിരിക്കും സ്വർഗം കിട്ടുന്ന ആളുകൾ. ഒരൊറ്റ ഭാഗത്താണ് ഞാൻ ഈ വിഷയം പറയുന്നത് കേട്ടോ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ അടിയുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും എൻ്റെ അള്ളയുണ്ട് എന്ന തവക്കുലിന്റെ ബോധമുള്ളവർക്കാണ് സ്വർഗം. മഹാന്മായ പണ്ഡിതന്മാർ നാസിർ സഅദി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ളവർ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുകയാണ്, ഈമാനും തവക്കുലും അള്ളാഹ് ഒരുമിച്ചാണ് പലപ്പോഴും പറയാ. ഈമാനുള്ളവർക്ക് തവക്കുലുണ്ടാകും, തവക്കുലിന്റെ ബോധമുള്ള ആൾക്കാർക്ക് നല്ല ഈമാൻ ഉണ്ടാകും. അത് രണ്ടും ഒരുമിച്ചാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ഇതെന്താണ് ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഹുവൽ ആലതു ലികുല്ലി അമൽ, തവക്കുലുണ്ടെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് തവക്കുൽ. ഒരു മനുഷ്യന് ഒരുപാട് നന്മ ഉണ്ടാവാനുള്ള കാരണം അയാളിൽ അള്ളാഹുവിലുള്ള തവക്കുലുണ്ടാകും. ഇപ്പോഴും ഈ വാക്ക് പ്രയോഗിക്കുമ്പോഴും ഈ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് പലർക്കും അറിയില്ല എന്താ തവക്കുല്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയുന്നുണ്ട് നമ്മള്. ഇതെന്താണ്? എന്താണ് തവക്കുൽ? ഉലമാക്കന്മാര് പറഞ്ഞ വാക്ക് കേട്ടോ, അൽ-ഇഅ്തിമാദു ബിൽ ഖൽബി അലല്ലാഹ്, നീ അല്ലാഹുവിൽ നിന്റെ എല്ലാ കാര്യങ്ങളും അവലംബിക്കലാണ്.
ഒക്കെ പടച്ചോനുണ്ട്. എൻ്റെ പടച്ചോൻക്ക് കൂലി തരും. എൻ്റെ പടച്ചോൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പടച്ചോൻ എന്നെ അറിയുന്നുണ്ട് എന്ന ബോധമാണ്. ഫീ ജൽബി മാ യുഹിബ്ബുൽ അബ്ദു, ഒരു അടിമക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ എൻ്റെ റബ്ബുണ്ട്. എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരാൻ എൻ്റെ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കലാണ് തവക്കുൽ. എൻ്റെ ജീവിതത്തിലെ അനിഷ്ടകരമായ സംഭവങ്ങളുണ്ട്, അത് ഒഴിവാക്കാനും എൻ്റെ റബ്ബിന് കഴിയും. രോഗം മാറ്റണോ? എൻ്റെ പടച്ചോൻക്ക് കഴിയും. എൻ്റെ ദുരിതങ്ങൾ നീങ്ങണോ? എൻ്റെ റബ്ബ് വിചാരിച്ചാൽ അത് നടക്കും എന്ന ആ തവക്കുലിന്റെ ബരമേൽപ്പിക്കലിനാണ് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, തവക്കുലാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വയം കഴിവിൽപ്പെട്ടതൊക്കെ നമ്മൾ ചെയ്യണം. രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്ന മനുഷ്യൻക്കാണ് ജോലിയിൽ തവക്കുലുണ്ടാകാൻ പാടുള്ളൂ. ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്നിട്ട് അവൻ പറയാണ് അതൊക്കെ പടച്ചോൻ വലിയോനല്ലേ, റിസ്കൊക്കെ പടച്ചോൻ തരും. പറയരുത്. നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷേ അടച്ചോൻ ശരിയാക്കി തരുന്ന വിശ്വാസം പറയാൻ പാടുള്ളൂ. മൂന്നാമത്തെ ഗുണം, സ്വർഗം നേടുന്ന സജ്ജനങ്ങളുടെ മൂന്നാമത്തെ ഗുണം കേൾക്കണം ഗൗരവത്തോടെ. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, മഹാഗൗരവ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്കായിരിക്കും സ്വർഗം. ചെറുതും വലുതുമായിട്ട് കുറെ പാപം നാട്ടിലുണ്ട്. ഇവരുടെ പ്രത്യേകത മഹാപാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. തഫ്സീറിൽ പറഞ്ഞത് ഹിയ കുല്ലു ദംബിൻ ഖതമഹുല്ലാഹു ബിനാർ, ഇന്ന കാര്യം ചെയ്താൽ നരകമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വലിയ പാപാണ്. ഔ ഖലബൻ, അല്ലെങ്കിൽ അള്ളാന്റെ കോപം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വലിയ പാപാണ്. ഔ ലഅനത്തുൻ, അള്ളാന്റെ ശാപം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ വലിയ പാപമാണ്. ഔ അദാബുൻ, അള്ളാന്റെ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യത്തെക്കുറിച്ച് അത് മഹാപാപാണ്. ചില ഹദീസുകളിൽ, ചില വചനങ്ങളിൽ, ആയത്തുകളിൽ എന്താണ് എന്ന് ശരിക്കങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. 7 മഹാപാപങ്ങൾ എണ്ണി പറഞ്ഞു. അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട മനുഷ്യൻ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുക. അള്ളാഹ് ലോകം നിയന്ത്രിക്കുന്ന വിശ്വസിക്കേണ്ട മനുഷ്യൻ, ഇന്ന മഹാൻ 10-30 കൊല്ലം മുമ്പ് മരിച്ച ഒരു കോഴിക്കോട്ടുകാരൻ ലോകം നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാലോ അയാളിൽ ശിർക്ക് സംഭവിച്ചു. അള്ളാഹ് കാണുന്ന പോലെ, കേൾക്കുന്ന പോലെ, ഉത്തരം ചെയ്യുന്ന പോലെ, സഹായിക്കുന്ന പോലെ, ഇന്ന ആൾക്കാരൊക്കെ സഹായിക്കുന്നു വിശ്വസിക്കുക മഹാപാപമാണ്. നിനക്ക് സ്വർഗം കിട്ടാൻ കഴിയില്ല. പിന്നെ എണ്ണി പറഞ്ഞതാണ് അസ്സഹ്റു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിഹർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങാനും നിഷേധിക്കാൻ കഴിയുന്നുണ്ടോ? ഹദീസിൽ വന്ന വാക്കാണ്. സിഹർ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റൂല. സിഹർ ചെയ്യുന്ന കൂടോത്രക്കാരും മാരണക്കാരും അനുബന്ധമായ ജ്യോത്സ്യപ്പണിക്കാരും അത് ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അരികിലേക്ക് നമുക്ക് പോകാനോ ചോദിക്കാനോ പറയാനോ പാടില്ലാത്തതാണ്. മഹാപാപാണ്. റിബാ, പലിശ മഹാപാപമാണ്. എന്തിന്റെ പേര് പറഞ്ഞ് നീ ന്യായീകരിച്ചാലും, എന്തൊക്കെ തന്നെ നാട്ടിൽ നടന്നാലും നീ അതുമായി ബന്ധപ്പെടുന്നുണ്ടോ മഹാപാപം ചെയ്തവനാണ്. നിന്റെ സമ്പത്തിന്റെ എല്ലാ ബറക്കത്തും അതോടെ കഴിഞ്ഞു. അതോടുകൂടി നീ കുടുങ്ങിക്കഴിഞ്ഞു. അതോട് തൊട്ടോ, പലിശമ്മ നീ തൊട്ടോ, പിന്നെ നിനക്ക് കരകയറാൻ കഴിയില്ല. അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? മഹാപാപങ്ങളാണ്. അതുപോലെ തന്നെ മദ്യപാനം, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, ഇങ്ങനെ ധാരാളക്കണക്കിന് സംഭവങ്ങൾ മഹാപാപങ്ങളായി എണ്ണിപ്പറഞ്ഞു. ഇത് ഒഴിവാക്കിയാൽ അവർക്കാണ് സ്വർഗം. 4-ാമത്തെ കാര്യം വൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛമായ വൃത്തികേടുകളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന് മാറി നിന്നവർക്കാണ് സ്വർഗം. നിങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളെ പറ്റി ചിന്തിച്ചു നോക്കി. പള്ളിയിൽ വരും, നിസ്കാരം ഉണ്ടാവും, ഖിയാമുൽ ലൈൽ ഉണ്ടാകും, തഹജ്ജുദ് ഉണ്ടാകും, താടിയുണ്ടാകാം, തൊപ്പിയുണ്ടാകും. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം. പക്ഷേ പലർക്കും വീക്ക്നെസ്സുകളാണ്. എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു സിഗരറ്റ്, അതുമല്ലെങ്കിൽ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ലോട്ടറി, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള വ്യഭിചാരത്തിൻ്റെതായ താല്പര്യങ്ങളുമായി നടക്കുന്നവർ, ചാറ്റിങ്ങും ചീറ്റിങ്ങും വിളികളും മെസ്സേജുകളും പോൺ വീഡിയോകളും പോൺ മെസ്സേജുകളുമായി നടക്കുന്ന ആളുകൾ.
അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാത്ത മനുഷ്യർ വളരെ കുറവാണ്. ഞാൻ ഈ ആയത്തിന്റെ തഫ്സീർ വായിച്ചപ്പോൾ അങ്ങനെ പറയാ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ തിന്മകളും വൃത്തികേടാണ്. എന്നാൽ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അസ്സിനാ വല്ലിവാത്, സ്വവർഗരതി, വ്യഭിചാരം. നമ്മളൊക്കെ വ്യഭിചാരത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതിന്റെ ഗൗരവം എല്ലാവർക്കും അറിയാം. പള്ളിയിൽ വരുന്നവർ, ദീനി പ്രവർത്തകർ, ഖുതുബ പറയുന്നവർ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ വലിയ സ്ഥാനത്തിരിക്കുന്നവർ വരെ സ്വവർഗരതിയുടെ വലിയ കെണിയിലായി അകപ്പെട്ടു. ജനങ്ങൾ ആട്ടി ഓടിച്ചിട്ടും തല്ലി അകറ്റിയിട്ടും പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ഈ തിന്മ മാറ്റാൻ കഴിയാത്തത് എന്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതൊരു ലഹരിയുടെ വല്ലാത്ത അപകടമാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഈ നിലക്ക് ഫവാഹിഷായ മ്ലേച്ഛതയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, നോക്കൂ നിങ്ങൾ, സ്വവർഗരതി അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന വാർത്തല്ലാത്ത ഒരു പേപ്പർ ഇറങ്ങണില്ല. അതിൽ പിടിക്കപ്പെട്ട പ്രതികളുടെ പേര് വായിച്ചു നോക്കൂ. മദ്രസാധ്യാപകൻ, ഖതീബുമാർ, സമൂഹത്തിലെ ഉയർന്ന നിലക്കുള്ള ഉദ്യോഗസ്ഥന്മാർ, ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ അകപ്പെടുന്നവർ, സ്വർഗം അയാൾക്ക് തടയപ്പെടുകയാണ്. അതുകൊണ്ട് ഫവാഹിഷ്, സ്വവർഗരതി, ഇതെല്ലാം തന്നെ ഒഴിവാക്കിക്കോ എങ്കിൽ നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യമായ പ്രവേശന സ്ഥലത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കും. ചെറുതെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പടച്ചോൻ പുറത്തുതരുന്ന്. ഇതൊക്കെയാണെങ്കിൽ പൊറുക്കാൻ കഴിയില്ല. അഞ്ചാമത് വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ. വഇദാ മാ ഗളിബൂ, അവരെങ്ങാനും കോപിക്കുന്നവരായാൽ, ദേഷ്യം പിടിച്ചാൽ, ഹും യഗ്ഫിറൂൻ, അവർ പുറത്തു കൊടുക്കുന്നവരായിരിക്കും. മനുഷ്യന്മാരാണ് നമ്മൾ, ദേഷ്യം വരും, എല്ലാവർക്കും ദേഷ്യമുണ്ട്. മനുഷ്യനാണോ അയാൾക്ക് ദേഷ്യമുണ്ട്. എപ്പോഴാ ദേഷ്യം വരിക? ഇഷ്ടമില്ലാത്തത് കാണുമ്പോ, ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോ. ഏതൊരു മനുഷ്യന്റെയും സഹജമായി അവന്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്നത്. ഇത് എവിടുന്നാ വരുന്നത്? സഹിഷ്ണുതയില്ലായ്മയിൽ നിന്ന്, പ്രതികാര വാഞ്ചയിൽ നിന്നാണ് കോപം എന്ന് പറയുന്ന ശീലം ഒരാളിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പ്രതിയോഗിയായ മനുഷ്യന്റെ നേർക്ക് മാപ്പ് കൊടുക്കാനും പുറത്തു കൊടുക്കാനും കഴിയുന്നവരാണ് മാന്യന്മാർ. ദേശത്തിന്റെ പേരിൽ പേക്കൂത്തുകൾ നടത്തിയിട്ട് അക്രമകാരിയാകുന്നവനല്ല നല്ലവൻ. ലൈസ ശദീദു ബിസ്സുറഅതി, ഗുസ്തി മത്സരത്തിൽ വിജയിക്കുന്ന ശക്തനല്ല യഥാർത്ഥ ശക്തൻ. ഇന്നമശ്ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോ തന്റെ മനസ്സിനെ പാകപ്പെടുത്തി നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അവിടെയാണ് നമ്മൾ നമ്മുടെ ശക്തി കാണിക്കേണ്ടത്. ദേഷ്യം വരുമ്പോൾ നാവിനെ, ശരീരത്തെ, സംസാരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ഇത് ഏറ്റവും നല്ല കാര്യങ്ങളെ കൊണ്ട് മാത്രമേ നീ പ്രതിരോധിക്കാൻ പാടുള്ളൂ. തിന്മകളെ പ്രതിരോധിക്കേണ്ടത് നല്ലത് കൊണ്ട് മാത്രമായിരിക്കണം. ആറാമത്തെ കാര്യം, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അവരുടെ റബ്ബിന്റെ വിളിക്ക്, ആഹ്വാനങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവരാണ്. അല്ലാഹ് ഒരു കാര്യത്തിന് വിളിച്ചാൽ, അല്ലാഹ് ഒരു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ അത് സ്വീകരിക്കുന്നവരാണ്, അതിന് കീഴ്പ്പെടുന്ന ആളുകളായിരിക്കും. അല്ലാഹ് ഒരു കാര്യം പറയുന്നു, ബാപ്പകാരണവന്മാരൊക്കെ ഇങ്ങനെയാ ചെയ്തത്, പിന്നെ അതിന് പ്രസക്തിയില്ല. ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെയാ പറയുന്നത്, പ്രസക്തിയില്ല. അല്ലാഹ് ഒരു കാര്യം അത് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ക്ഷണം സ്വീകരിക്കാൻ കഴിയുന്നവരാണ്. ഏഴാമത്തെ കാര്യം, അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരാണ് സ്വർഗാവകാശികൾ. വലിയ ഗുണാണ്. ഓരോ ഘട്ടത്തിൽ എന്ത് നന്മകൾ എടുത്തു പറഞ്ഞാലും ആദ്യം പറയുന്ന കാര്യമായിരിക്കും നിസ്കാരമുള്ള ആളായിരിക്കും. നമ്മുടെ വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ച് നമ്മളെല്ലാം അന്വേഷിക്കും. അവന്റെ എല്ലാ ക്വാളിഫിക്കേഷനും, ഹൈറ്റും വെയിറ്റും സൈസൊക്കെ നമ്മൾ പരിശോധിക്കും. ഈ പയ്യൻ പള്ളിയിൽ സുബ്ഹി അടക്കമുള്ള ജമാഅത്തിന് പോവാറുണ്ടോ എന്ന് എത്ര കുടുംബങ്ങൾ അന്വേഷിക്കാറുണ്ട്. ക്യാമ്പസുകളുടെ ഹോസ്റ്റലുകളിലേക്ക് തേടി, നല്ല സെറ്റപ്പുള്ള ഹോസ്റ്റലുകൾ തേടി കൊണ്ടുപോയി മക്കളെ ചെന്നൈയിലും ബാംഗ്ലൂരിലും മദ്രാസിലും കോയമ്പത്തൂരും കൊണ്ടുപോയി. എന്റെ കുട്ടിക്ക് അവിടെ നിസ്കരിക്കാനൊരു സൗകര്യം ഉണ്ടോ എന്ന് നമ്മൾ എത്ര രക്ഷിതാക്കൾ ആലോചിച്ചിട്ടുണ്ട്. ആലോചിക്കണം. നിസ്കാരമില്ലെങ്കിൽ അവന്റെ എല്ലാം തകർന്നു തരിപ്പണമാകും. ഏഴാമത്തെ ഗുണം, നിസ്കാരം നിലനിർത്തുന്നവരാണ്. എട്ടാമത്തേത്, വഅംറുഹും
അംറുഹും ശൂറാ ബൈനഹും. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പരസ്പരം കൂടിയാലോചന നടത്തുന്നവരാണ്. നല്ല സജ്ജനങ്ങളുടെ അടയാളാണ് ഈ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങളത് ചെയ്താൽ മതി. സ്വഭാവം ഉണ്ടാവില്ല. സ്വേച്ഛാധിപത്യത്തിന്റെ കണികകൾ ഉണ്ടാകാൻ പാടില്ല. പ്രസ്ഥാനങ്ങളിലും കൂട്ടായ്മകളിലും മഹല്ലുകളിലും കുടുംബത്തിലൊക്കെ ഒരു നല്ല ഗുണമാണ് കൂടിയാലോചിക്കുക. മുതിർന്ന ആളുകളോട്, സഹപ്രവർത്തകരോട്, അനുഭവ സമ്പത്തുള്ള ആളുകളോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്താ? അതിൽ നിന്ന് സുൽഹ് ഉണ്ടാക്കി നല്ല ഒരു തീരുമാനം കിട്ടും. അതിൽ തവക്കുലാക്കുക. ഉലമാക്കന്മാര് പറയാ, നല്ല സജ്ജനങ്ങളുടെ അടയാളമാണ് ഇജ്തമഉ ലഹ. ഒരു കാര്യം ഉണ്ടായാൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കും. വശാവറുഹ, എന്നിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യും. അങ്ങനെ അവർ ബഹസ് ചെയ്ത് അന്വേഷിച്ച് ഈ വിഷയത്തിൽ ഒരു മസ്ലഹത്ത് ഉണ്ടാകുന്നത് വരെ ഇരുന്ന് ചർച്ച ചെയ്ത് കൂടിയാലോചിക്കും. എന്നിട്ട് അതിന്റെ നല്ല ചാൻസ് മനസ്സിലാക്കിയിട്ട് അതങ്ങ് ഉപയോഗപ്പെടുത്തും. ഒറ്റക്ക് തീരുമാനിക്കുക, എന്നിട്ട് ഒറ്റക്ക് നഗർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ കുടുംബങ്ങളും ഈ നഷ്ടം സഹിക്കേണ്ടി വരിക. അതിന്റെ ദുരിതങ്ങൾ മറ്റു മക്കളും കുടുംബങ്ങളും പിന്നീട് അനുഭവിക്കേണ്ടി വരിക. അതുണ്ടാകാതിരിക്കാൻ കൂടിയാലോചനയുടെ മഹത്വം വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. 9 വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പടച്ച റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് സജ്ജനങ്ങൾ. സ്വതക്കയുടെ സകാത്തിന്റെ കൃത്യമായ വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. നഷ്ടം വരാത്ത കച്ചവടമാണ്, ലാഭം മാത്രം നേടാവുന്ന, ഒരിക്കലും കുറവ് വരാത്ത, ഇസ്സത്ത് അധികരിപ്പിക്കുന്ന കാര്യമാണ് സ്വതക്കാത്തുകൾ. പാവങ്ങളെ സഹായിക്കുക, സ്വതക്ക നൽകുക, ഭക്ഷണം കൊടുക്കുക, വീടിന് സഹായിക്കുക, വസ്ത്രം കൊടുക്കുക, മരുന്ന് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോ നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിടത്ത് ചെലവഴിക്കുന്നവരാണ്. നല്ലൊരു ഗുണമായിട്ടാണ് പഠിപ്പിച്ചത്. അവസാനം 10ാമത് പറയാണ്, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യുഹും യന്തസിറൂൻ. അവർക്കേതെങ്കിലും നിലക്കൊരു വ്യക്തിയിൽ നിന്ന് അക്രമം വന്നു കഴിഞ്ഞാൽ ഹും യന്തസിറൂൻ, അവർ എങ്ങനെയെങ്കിലും അതിനെ അതിജീവിക്കാനായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുന്നവനാണ്. തലകുനിച്ചു കൊടുക്കൂല, പരാജയപ്പെട്ടു കൊടുക്കൂല, താഴ്ന്നു കൊടുക്കൂല. തനിക്ക് നേരെ വരുന്ന അക്രമങ്ങളെ രക്ഷിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അവൻ സ്വീകരിച്ച് അവന്റെ ഇസ്സത്ത് അധികരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവൻ മുന്നോട്ട് വരുമെന്നത് മുഅ്മിനീങ്ങളുടെ, മുസ്ലിഹീങ്ങളുടെ, സ്വർഗാവകാശികളുടെ അടയാളമായി സൂറത്ത് ശൂറയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് വേണം ഈ ഗുണങ്ങൾ. ഇത് കേവലം ഒരു ഖുത്ബയുടെ വിഷയത്തിന്റെ, കേവലം ഒരു സംസാരത്തിന്റെ ഭാഗമല്ല, മറിച്ച് ഇതൊരു താല്പര്യമാണ്. അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുത്ത് അവിടുത്തെ സുഖത്തിനു വേണ്ടി ദുനിയാവിൽ ഈ നന്മകളിലേക്ക് നമ്മൾ വരാനും, മനസ്സറിഞ്ഞ് നമ്മുടെ സമൂഹം ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന വെളിച്ചം എത്രയായിരിക്കും, എത്ര വലിയ നന്മകൾ ഈ നാട്ടിൽ പരക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയെത്ര തിന്മകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആലോചിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നേടിയെടുക്കുന്ന മഹാരായ നല്ലവരായ സ്വാലിഹീങ്ങളുടെ കൂടെ, സുദ്ദീഖുമാരുടെ കൂടെ നമുക്കൊക്കെ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.